സോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിനെ കുറിച്ച് വലിയ ഇൻട്രോ പറയാനും സമയമില്ല, കാരണം അത്രയധികം വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ബിഗ് ബോസ് സീസൺ 5 മലയാളത്തിൽ ഞാൻ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി റീനോഷാണ്. കാരണം കഴിഞ്ഞ 3 സീസണിൽ കഴിഞ്ഞ 4 സീസൺ എടുത്ത് നോക്കിയത് എക്സാക്റ്റ് കാണാൻ പറ്റും അടി മാത്രമാണ്. അവിടെ പോയി തല്ല, ഇവിടെ പോയി കച്ചറുണ്ടാക്കുക, ആർത്ത് വിളിക്കുക, അലറി വിളിക്കുക തുടങ്ങിയ എല്ലാ പരിപാടികളും സീസൺ 1 മുതൽ ഉണ്ടായിരുന്നു. സീസൺ 1 അത്യാവശ്യം തിരക്കില്ല, പക്ഷേ സീസൺ 3ഉം 2ഉം 4ഒക്കെ അട്ടപ്പടം ബോർ ഫൈറ്റിങ് മാത്രമായിരുന്നു. എന്തായാലും പറയേണ്ട ആവശ്യമൊക്കെയില്ലായിരുന്നു തോന്നുന്നു. എന്തായാലും സീസൺ 5 വരുന്ന സമയത്തും ഫൈറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഫൈറ്റുള്ളവരെക്കാട്ടിലും ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്, പ്രേക്ഷക പിന്തുണ കിട്ടുന്നത് നമ്മുടെ ഫൈറ്റിലാണല്ലോ ഒതുങ്ങി കളിക്കുന്ന പ്ലേയേഴ്സിനാണ്. അതിലൊരു വ്യക്തി തന്നെ നമ്മുടെ റീനോഷ്. സോ ഈ ബിഗ് ബോസ് സീസൺ 5 ഏറ്റവും കൂടുതൽ ഫാൻസ് നമ്മുടെ റീനോഷൻ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സീസൺ 5 ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഇപ്പോൾ ലൈവ് കണ്ടത് കാര്യം ഭക്ഷണം കഴിക്കാൻ അടിപൊളി മട്ടൻ കറിയും നല്ല അടിപൊളി മട്ടൻ കറിയും നല്ല ഉരുളക്കിഴങ്ങക്കാരും എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് കളിയാണ്. പൊട്ടക്കറി ഏകദേശം നല്ല അടിപൊളിയായിട്ട് നമ്മളെ കിച്ചൺ ടീമിൽ നമ്മളെ മനീഷ് നിൽക്കുന്നുണ്ട്, പിന്നെ അഖിൽമാരുണ്ട്, ഒരുപാട് കിച്ചൺ ടീമിലൊക്കെ തകർത്ത് പോയാൽ നമ്മൾ അടിപൊളി കൊതി കൂറുന്ന മട്ടൻ കറിയും ചോറും നെയ്ച്ചോറൊക്കെ ഉള്ള ഒരു അടിപൊളി ഉച്ചക്ക് തൂണായിരുന്നു. നെയ്ച്ചോറും കണക്ക് ഉണ്ടായാലും മട്ടൻ കറി കാര്യങ്ങളുണ്ട്. എന്തായാലും അതിനിടയിൽ നമ്മളെ റിനോഷിന് ചോറ് കിട്ടിയില്ല. സംഭവം എനിക്ക് ഭയങ്കര ഫീലായി. ആ സമയത്ത് ലൈവ് കണ്ടെൻ്റെ കണ്ണിൽ നിന്ന് സത്യം പറഞ്ഞാൽ വെള്ളം വന്നു. സത്യം പറഞ്ഞാൽ വായയും വെള്ളം എനിക്ക് നോമ്പാണ്. നോമ്പെടുത്ത സമയത്ത് അത് സ്വാഭാവികമാണ്. എന്തായാലും അതൊക്കെ പോട്ടെ, റിനോഷൻ എന്തുകൊണ്ട് ചോറ് കിട്ടില്ല? ഇത്രയും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിഗ് ബോസിൻ്റെ പരിപാടിയിൽ ചോറിന് വേണ്ടി കെൻറ്റിൻ്റെ ആവശ്യമാണ്. 2 തരം ചോറുണ്ടായിരുന്നു, നെയ്ച്ചോറും സാധാ ചോറുണ്ടായിരുന്നു. നെയ്ച്ചോറും സാധാ ചോറും റിനോഷൻ എന്തുകൊണ്ട് കിട്ടിയില്ല? ഇതാണ് ബിഗ് ബോസ്. റിനോഷൻ മാത്രമല്ല, അവിടെ എന്തുകൊണ്ട് സാധനം ആവശ്യത്തിന് എത്തുന്നില്ല? ഇത്രയും ലക്ഷക്കണക്കിന് വരുമാനം പ്രതിഫലം വാങ്ങുന്ന ബിഗ് ബോസിൽ എന്തുകൊണ്ട് സാധനം കൃത്യസമയത്ത് എത്തുന്നില്ല? മനസ്സിലാവില്ല. ഇതിനായിട്ട് റിനോഷൻ ചോറ് കിട്ടാത്തത് കൊണ്ട് ശ്രുതി ലക്ഷ്മി, ആ ഒരു ചേച്ചി, ആ ഒരു മേഡം തൻ്റെ ചോറ് കൊടുത്തിട്ടാണ് റിനോഷന് വേണ്ടി. ആ ഒരു ശ്രുതി ലക്ഷ്മിക്ക് കൊടുക്കാല്ല, അതിനൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കുന്നുണ്ട് ശ്രുതി ലക്ഷ്മിക്ക്. ആ ഒരു കാര്യത്തിൽ പറയാമല്ലോ. പക്ഷെ തൻ്റെ കയ്യിലുള്ള ചോറ് കൊടുത്തിട്ടാണ് ശ്രുതി ലക്ഷ്മി, മനസ്സിലായില്ലേ? എന്നിട്ട് അതിന് നിന്ന് ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു വന്നൊരാൾക്ക് മറ്റുള്ളവർക്ക് അവരുടെ തോന്നിയ ഭക്ഷണമായി കഴിക്കാനില്ല. അവർ ആദ്യം ഭക്ഷണം വാങ്ങി ഒരുപാട് അങ്ങ് വാങ്ങിയിട്ട് ലാസ്റ്റ് വന്ന റിനോഷൻ ഭക്ഷണം കൊടുക്കാത്ത അവസ്ഥയും. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ബിഗ് ബോസിലെ മത്സരത്തിൽ കളിക്കാണ്. ഞാൻ അതിന് പേരെടുത്ത് പറയുന്നില്ല. ശ്രുതി ലക്ഷ്മി വെച്ച് ബാക്കി എല്ലാവരും. സോ റിനോഷ് എന്തുകൊണ്ടാണ് ഭക്ഷണം കിട്ടില്ല ചോദിക്കാനും ചോദിക്കുന്നതാണ്. എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യാത്ത കുറിച്ച് നല്ല ശക്തമായ പ്രതികരണം ഉണ്ടാവണം. റിനോഷ് അത്യാവശ്യം നല്ല ഫാൻസിൻ്റെ പുറത്തെന്തായാലും ആ ഒരു പവർ കാണിക്കും. വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് അധികം കണ്ണ് തുറപ്പിക്കും. 5 ദിവസം കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.